സർക്കാർ മേഖലയിലുള്ള വിവിധ തൊഴിൽ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വന്ന നോട്ടിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ മന്ത്രാലയങ്ങളിലേക്കുള്ള 2 തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. ഒന്നാമത്തേത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എന്ന് അറിയപ്പെടുന്ന CGL 2024. അടിസ്ഥാന യോഗ്യത കേവലം ബിരുദം മാത്രമാണ്. 18 വയസ്സിനും 32 വയസ്സിനും മധ്യേയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. മറ്റ് കമ്മ്യൂണിറ്റിക്കുള്ള ഏജ് റിലാക്സേഷൻ ഇതിനോടൊപ്പം എന്തായിരുന്നാലും ഉണ്ടാവും. ഇതിനെ അറിയപ്പെടുന്നത് മിനി സിവിൽ സർവീസ് എന്നാണ്. കാരണം വളരെയധികം സാധ്യതയുള്ള ഒരു ജോലിയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട 3-4 അഡ്വാൻറ്റേജ് പറയാം. ഒന്നാമത്തേത്, ഉയർന്ന റാങ്ക് ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളം ഏതാണ്ട് 1 ലക്ഷത്തിലധികം വരും. താഴേക്ക് റാങ്ക് ലഭിക്കുമ്പോൾ കുറഞ്ഞത് 60,000 രൂപ വരെ ശമ്പളം ലഭിക്കും. നമ്മുടെ ഇന്നത്തെ ഭാരതത്തിലെ മാർക്കറ്റ് റേറ്റ് ഒന്ന് നോക്കുമ്പോൾ ഏതാണ്ട് 60,000-ന് മുകളിൽ ശമ്പളം ഒരു മാസം ലഭിക്കുക എന്നുള്ളത് എന്തുകൊണ്ടും നല്ലൊരു തുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത, ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് കേവലം മത്സര പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് എക്സാം നടക്കുന്നത്. നേരെ മറിച്ച് പറഞ്ഞാൽ എക്സാമിന് ശേഷം ഇൻ്റർവ്യൂ എന്നൊരു കടമ്പ ഉണ്ടാവില്ല. നമ്മളുടെ കുട്ടികൾ പലപ്പോഴും ഇൻ്റർവ്യൂവിൽ എങ്ങനെയായിരിക്കും പെർഫോമൻസ് എന്നുള്ളതായിരിക്കുമല്ലോ നമ്മുടെ ഡൗട്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഇൻ്റർവ്യൂ ഇല്ലാത്തൊരു ജോലിയാണ്. മൂന്നാമത്തത്, സാധാരണ നിലയിൽ ഇത് ട്രാൻസ്ഫറബിൾ അല്ല ഈ ജോലി. അതായത് ജോലി കിട്ടുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് തുടർച്ചയായി റിട്ടയർമെൻറ്റ് വരെ നിലനിൽക്കാം. ജോലി ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിലും ഡൽഹിയിൽ മാത്രമല്ല, നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് വേക്കൻസികൾ ഉള്ളതാണ്. കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള വിവിധ മേഖലകളിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ, ഇൻകം ടാക്സ് ഓഫീസ് ഇൻസ്പെക്ടർ തുടങ്ങിയ മേഖലകളിലൊക്കെ ജോലി ലഭിക്കുന്നത് ഈ എക്സാമിനേഷനിൽ കൂടിയാണ്. ഏതാണ്ട് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ജോലി ഉണ്ടാവും. ട്രാൻസ്ഫറബിൾ അല്ല എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും ചില സാഹചര്യത്തിൽ നമ്മുടെ താല്പര്യപ്രകാരമോ അല്ലാതെയോ ഒക്കെ ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യതയും ഈ ജോലിക്കുണ്ട്. ഇതിനേക്കാൾ ഉപരി നമ്മൾക്ക് ഈ ജോലി ലഭിക്കുന്നത് നമ്മളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിലുമാണ്. ഏതാണ്ട് ഈ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിനൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് പോലെയാണ് ലഭിക്കുന്നത്. അടുത്ത ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം പ്രൊമോഷൻ സാധ്യതയുള്ളൊരു ജോലിയാണ്. അതാത് മന്ത്രാലയത്തിലെ മുകളിലോട്ടുള്ള ശ്രേണിയിൽ ഏതാണ്ട് 6-8 വർഷം കൊണ്ട് മിടുക്കരായ ആൾക്കാർക്ക് ഗസറ്റഡ് റാങ്കിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ് ഈ ജോലിയുടെ വലിയൊരു പ്രത്യേകത. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും CGL 2024 എന്ന ലിങ്ക് ഓപ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുകയും മാത്രമാണ് ഇതിൻ്റെ മെത്തേഡ്. ജനറൽ വിഭാഗത്തിന് ഫീസ് എന്ന് പറയുന്നത് 100 രൂപ മാത്രമേ ഉള്ളൂ. ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന, തൊഴിൽ അന്വേഷിച്ച് നിൽക്കുന്ന നമ്മുടെ യുവതിയുവാക്കൾക്ക് എന്തുകൊണ്ടും ശ്രമിക്കാവുന്ന ഒരു ജോലിയാണിത്. ഈ വർഷം ഏതാണ്ട് 18,000-ലധികം വേക്കൻസിയാണ് ഇന്ത്യയിൽ ഉടനീളമുള്ളത്. കഴിഞ്ഞ വർഷം കേവലം 8,000 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തൊഴിൽ സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. എന്തുകൊണ്ടും നിർബന്ധമായി നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു ജോലിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തേത്, സ്റ്റാഫ് സെലക്ഷൻ തന്നെ നടത്തുന്ന MTS എക്സാമിനേഷനാണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത SSLC ആണ്. ഏതാണ്ട് 8,000-ൽ പരം വേക്കൻസി ഈ വർഷമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലും ഡൽഹിയിലുമായിരിക്കും വേക്കൻസി വരുന്നത്. നമ്മളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ജോലി ലഭിക്കുന്നത്. ഇതിൻ്റെയും ശമ്പളം എന്ന് പറയുന്നത് അത്ര കുറവൊന്നുമില്ല. ഏതാണ്ട് 35,000 രൂപ പ്രതിമാസം ശമ്പളം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടുവരുന്നത് ഏതാണ്ട് 12ാം ക്ലാസ് പാസ്സായവരും ഗ്രാജുവേഷൻ കഴിഞ്ഞവരുമൊക്കെ ശ്രമിക്കുന്ന ഒരു പരീക്ഷയാണ് ഈ MTS എക്സാമിനേഷൻ. അതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത് 8 വർഷം കൊണ്ടെങ്കിലും ഈ കുട്ടികൾക്ക് അടുത്ത കടമ്പ പ്രമോഷനിലൂടെ ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. ചുരുക്കത്തിൽ
സ്ഥിരമായ ഒരു ജോലിയും മാന്യമായ ഒരു ശമ്പളവും പ്രമോഷൻ സാധ്യതയും ഒപ്പം നമുക്ക് താല്പര്യമുള്ള പ്രദേശത്ത് ജോലി കിട്ടാനുള്ള സാധ്യതകളും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ രണ്ട് എക്സാമിനേഷനും നമ്മുടെ കുട്ടികൾ നിർബന്ധമായും ശ്രമിക്കേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനപ്പുറത്ത് കേന്ദ്ര സർക്കാരിൽ ജോലി ചെയ്യുവാനുള്ള സാധ്യത, ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ഇടപെടുവാനുള്ള ഒരു സാഹചര്യം, നിങ്ങളുടെ ഡെഡിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയൊരു സാധ്യത തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾക്കത് പ്രയോജനകരമായിരിക്കില്ല. എൻ്റെ പരിചയക്കാരിലാണല്ലോ ഞാൻ എത്തിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളോ അവരുടെ മക്കൾക്കൊക്കെ ഇത് പ്രയോജനപ്പെട്ടേക്കാം. അതുകൊണ്ട് ശ്രമിക്കുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ. അടുത്ത വീഡിയോയിൽ ഈ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണമെന്നും ഇതിൻ്റെ വിശദമായ സിലബസ് എന്താണെന്നും ഒക്കെ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ജൂലൈ 25 മുമ്പ് നിങ്ങൾ അപേക്ഷിക്കുക. ഒന്നാമത്തെ എക്സാമിനേഷൻ നടത്താനുള്ള സാധ്യത സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 3 മാസം നിങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിന് ഇപ്പോൾ തന്നെയുണ്ട്. ഓൾറെഡി തയ്യാറെടുത്തവർക്കാണെങ്കിൽ വളരെ എളുപ്പവുമായിരിക്കും. എല്ലാവരും ശ്രമിക്കുക. താങ്ക് യു.